السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ വചനമാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ ഓതിയിട്ടുള്ളത്. ആദ്യമായി ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. يا أيها الذين آمنوا إذا قيل لكم. ഇവിടെ രണ്ട് ദീർഘങ്ങളുണ്ട്. രണ്ടും മുൻഫസിലായ ജായിസായ ദീർഘമാണ്. മദ് മുൻഫസിൽ ജായിസ്. ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. يا أيها الذين آمنوا إذا قيل. ഖീല ലക്കും എന്ന പദത്തിലെ സാക്കിന മീം മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവി. വഇദാ ഖീല ഇൻഷുസു ഫൻഷുസു. ഈ രണ്ട് പദത്തിലെയും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിൻകും അവിടെയും അങ്ങനെ തന്നെ. ആമനു മിൻകും ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. ദറജാത്ത് അവിടെ നീട്ടി വഖഫ് ചെയ്യാം മദ് ആരിദ് നൽകിക്കൊണ്ട്. ഈ വചനത്തിൽ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദാ ഖീല ലക്കും ഖാഫ്. ഖാഫിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം ഉണ്ടാവുക. വീണ്ടും ഇദാ ഖീല വരുന്നുണ്ട്. യർഫഇല്ലാഹു റാ. ദറജാത്ത് വീണ്ടും റാ. ഖബീർ. വല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമ് തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഖബീർ എന്ന ഖാവും തഫ്ഖീം ചെയ്യണം. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അതാണ് തഫ്ഖീം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒറ്റ അക്ഷരത്തിന് പോലും തഫ്ഖീം കൊടുത്തു പോകരുത്. എല്ലാം നേർപ്പിച്ച് ഉച്ചരിക്കുക. ഒന്നുകൂടി ഓതാം. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത് സൂറത്തുൽ മുജാദില 12-13 ആയത്തുകളാണ്. ആദ്യമായി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله
വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജൈതും. ഇവിടെ രണ്ട് ദീർഘങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടും മുൻഫസിലായ ജായിസായ ദീർഘമാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. നജ്വാക്കും സദഖ, സാക്കിന മീമിനെ മണിക്കരുത്, ഇൽഹാർ ഷഫവി ചെയ്യുക, വെളിവാക്കുക. ഖൈറുൽ ലക്കും, തൻവീൻ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗൈരി ഗുന്ന, മണിക്കാതെ ലയിപ്പിക്കുക. വഅത്ഹർ, താഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കുക. ഫഇല്ലം, സാക്കിന നൂൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന, മണിക്കാതെ ലയിപ്പിച്ചോതുക. ലം എന്നുള്ള സാക്കിന മീമുണ്ട്, അത് അല്പം പോലും മണിക്കാതെ വെളിവാക്കണം. ലം തജിദു. ഫഇന്നല്ലാഹ, നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഗഫൂറുർ റഹീം, റാഇൻ്റെ തൻവീൻ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ഓതണം. അഷ്ഫഖ്തും അൻ, സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അൻ തുഖദ്ദിമു, ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. നജ്വാക്കും സദഖാത്ത്, സാക്കിന മീം വെളിവാക്കുക, മണിക്കാതെ ഇൽഹാർ ഷഫവി. നജ്വ എന്ന ജീമിൻ്റെ സുക്കൂൻ ഖൽഖലത്തോടുകൂടി നജ്വാക്കും വ്യക്തമാക്കി പറയണം. നജ്വാക്കും സദഖാത്ത്. ഫഇദ് ലം തഫ്അലു, സാക്കിന മീം ഇൽഹാർ ഷഫവി വെളിവാക്കണം, മണിക്കാതെ ഓതണം. അലൈക്കും ഫഅഖീമു, അവിടെയും ഇൽഹാർ ഷഫവി, ഫാഇന് മുമ്പിൽ സൂക്ഷ്മത ആവശ്യമാണ്, മണിക്കാതെ വെളിവാക്കണം. അത്തീഉ എന്നൊക്കെ പറയുമ്പോൾ താഇൻ്റെ കസ്ർ, അഖീമു ഖാഫിൻ്റെ കസ്ർ, കുറഞ്ഞ തഫ്ഖീമേ കൊടുക്കാവൂ. അഖീമു വല്ലാതെ വലുതാക്കി തഫ്ഖീം ചെയ്യേണ്ട, കുറഞ്ഞ തഫ്ഖീം. ഖബീറും ബിമാ തഅമലൂൻ, ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മാറ്റി മണിച്ച് ഓതണം തൻവീനിനെ. ഖബീറും ബിമാ. يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. ഈ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഓതിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഓതിയ ഈ പാഠം ഇത് വേറെ വ്യക്തികൾക്കോ ഗ്രൂപ്പിലേക്കോ ഫോർവേഡ് ചെയ്യേണ്ടതില്ല.